ഹായ് ഹലോ, ഇന്ന് രാവിലെ തൊട്ട് കുറച്ച് ഓട്ടത്തിലായിരുന്നു കേട്ടോ. അപ്പം മൂത്ത ആളെ കൊണ്ടാക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് രണ്ടാമത്തെ ആളെ SPCക്ക് കൊണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഉറക്കത്തിലാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഉറക്കം, മഴയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ സുഖമായിട്ട് കിടന്നുണ്ടേ. അപ്പോൾ അവനെയും വിളിച്ചുണർത്തി. അവൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ആണ്, അപ്പോൾ അതിനും പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് അവനെ വിളിച്ചുണർത്തി റെഡിയാക്കി അവൻ്റെ PTA മീറ്റിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വരൂ വരൂ, എല്ലാവരും വരൂ. അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് PTA മീറ്റിങ്ങിന് പോകാം. പിന്നെ രണ്ടാമത് മറ്റൊരാളെ കൊണ്ടാക്കി. ഇപ്പം മൂന്നാമത്തെ ആളെ PTA മീറ്റിംഗ് ആണ് ഇന്ന്. അപ്പം ജനറൽ PTA മീറ്റിംഗ് ആണ്. അപ്പം എല്ലാ രക്ഷകർത്താക്കളും അതിനകത്ത് പങ്കെടുത്ത് പറ്റും. ഏത് PTA ഉണ്ടെങ്കിലും ഞാൻ പോകും. 3 മക്കൾക്കും ഞാൻ പോയിരിക്കും. അപ്പോൾ അവരെ കാര്യങ്ങൾ കൂടെ ഞാൻ പോയി അന്വേഷിക്കാറുമുണ്ട്. അപ്പം ഇന്ന് എൻ്റെ ദേവൂസിൻ്റെ PTA മീറ്റിംഗ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ദേവൂസ് ഇത് അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്, ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ പൊന്ന് ദേവൂസ്, ചൊക്കൊരു ദേവൂസാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണാം. അപ്പം ഒരു പോലീസുകാരനൊക്കെ വരുമെന്ന് പറയുന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് പറ്റുമെങ്കിൽ ആ വീഡിയോ ഞാൻ എടുക്കാം. ഓക്കെ, പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. എല്ലാവരും അകത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ദിവസം കൂടി അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കിയുള്ള ദൃശ്യങ്ങൾ അടിപൊളിയായിട്ടുള്ള പാട്ടുകളൊക്കെ ആയിരുന്നത് കണ്ടു. ഇതെല്ലാം കുട്ടികൾ വരച്ച ചിത്രങ്ങളാണ്. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ഉണ്ട്. അപ്പോൾ രക്ഷകർത്താക്കളെല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ല. അപ്പം കുറച്ച് പേര് വന്നു, കുറച്ച് പേര് വരാനിരിക്കുന്നു. അപ്പം മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം രക്ഷകർത്താക്കൾ കുറവായിരുന്നു. അങ്ങനെ ദേവൂസിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന, ദേവൂസിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് ദേവൂസിൻ്റെ അടുത്തിരിക്കുന്നത്. ഈ കുട്ടി ആരാധിക്കും നിങ്ങൾ മുമ്പ് ഒരിക്കൽ കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇത് ദേവൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പിന്നെ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ച് ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് നീ വിളിക്കണേടാ എന്ന് അവനോട് ആവശ്യപ്പെട്ടു. കാരണം വേറൊന്നുമല്ല, അവൻ്റെ ചേട്ടന്മാർക്കെല്ലാം കൂട്ടുകാരന്മാരുണ്ട്, അവരെല്ലാം ഡെയിലി വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഇവന് മാത്രം ആരുമില്ല വിളിക്കാൻ. അപ്പോൾ ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഈ കൂട്ടുകാരനെ അവൻ കണ്ടെത്തുന്നത്. അങ്ങനെ ആ കൂട്ടുകാരനെ എൻ്റെ അവരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കൊടുത്ത് അവനെ കൊണ്ട് അടിച്ചു പറഞ്ഞ് വിളിപ്പിച്ച് രാത്രി എല്ലാവരെയും പരിചയപ്പെടുത്തി. അങ്ങനെയൊക്കെയാണ് എൻ്റെ ദേവൂസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അവൻ നോക്കിയപ്പം അവൻ്റെ ചേട്ടന്മാർക്ക് കൂട്ടുകാരുണ്ട്, അവൻ്റെ ചേട്ടന്മാർ വിളിക്കുന്നു, ചേട്ടന്മാരെ കൂട്ടുകാരന്മാർ വിളിക്കുന്നു. പക്ഷേ എനിക്ക് മാത്രം ആരുമില്ല. അങ്ങനെയുള്ളൊരു സങ്കടത്തിലായിരുന്നു. ഇപ്പോൾ അവൻ്റെ ആ സങ്കടം മാറി കിട്ടി. അപ്പോൾ ഇതിപ്പം കുറച്ച് രക്ഷകർത്താക്കളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ PTA പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് 2 പോലീസുകാരന്മാർ വരുമെന്ന്. അപ്പോൾ അവർ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, റോഡ് സുരക്ഷയെക്കുറിച്ചും കുട്ടികളുടെ വൈകല്യങ്ങളെക്കുറിച്ചും വികൃതത്തെക്കുറിച്ചും ഫോൺ ഉപയോഗത്തെക്കുറിച്ചും പിന്നെ റോഡ് മുറിച്ച് കിടക്കുമ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം അവർ വളരെ നന്നായിട്ട് തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് വരാത്തവർക്ക് വളരെ ഒരു ക്ലാസ് മിസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിരുന്നെങ്കിൽ നല്ല അടിപൊളി ക്ലാസ് തന്നെയായിരുന്നു, എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ക്ലാസ് തന്നെയായിരുന്നു. നമ്മൾ PTA വിളിച്ച് കൂട്ടുമ്പോൾ ഒരു ദിവസമെങ്കിലും PTA മീറ്റിങ്ങിന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ പോകണം. കുട്ടിയെ കൊണ്ടാക്കിയാൽ മാത്രം പോരാ, കുട്ടിയുടെ കാര്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ അവിടെയുള്ള സാറുമാർക്കും നമ്മളുടെ ഹാപ്പിനെസ് കാണുകയുള്ളൂ, സന്തോഷം കാണുകയുള്ളൂ, നമ്മോട് സംസാരിക്കാനും അവർക്ക് താല്പര്യം കാണുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് സിലി വിഷ്ണു, നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, യൂട്യൂബറാണ്. അപ്പം ഇവർക്കൊരു ചാനലിലൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ അതിനൊക്കെ അവർ പങ്കെടുത്തു. അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടി. അപ്പം നമ്മൾ കണ്ടുമുട്ടുമ്പോഴെന്നും എല്ലാ പ്രാവശ്യവും കണ്ടുമുട്ടുമ്പോൾ ഒരു സെൽഫി പതിവാണ്. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി